ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റാദൂസ് ഫുഡ് കോർട്ട് ആൻഡ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഐസ്ക്രീം റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഐസ്ക്രീം ഇഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഈ റെസിപ്പീസ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് ഐസ്ക്രീം ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഐസ്ക്രീമിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഫുൾ ഫാറ്റ് ക്രീം വേണം, പിന്നെ വേണ്ടത് വാനില എസൻസ്, പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക്. ഈ 3 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 ഐസ്ക്രീം കാണിച്ചു തരാം. ബട്ടർസ്കോച്ച് ഫ്ലേവറും പിന്നെ വന്നിട്ട് വാനില ഐസ്ക്രീമും. സോ 2 ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് റെസിപ്പിയാണിത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിൽ നമ്മളൊരു 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്യാം. 1/4 കപ്പ് ഷുഗറിന് ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്യാം. ഇത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, കാരമലൈസ് ചെയ്യും. നമ്മൾ ബട്ടർസ്കോച്ച് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി കാരമലൈസ് ചെയ്ത് അത് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് കാരമലൈസ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഇത് കാരമലൈസ് ആവുന്ന ടൈമിൽ കുറച്ച് കാഷ്യൂ നട്ട് എടുത്ത് ക്രഷ് ചെയ്ത് വെച്ചോളൂ. കളർ മാറുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി സോ നമ്മുടെ ഷുഗർ കാരമലൈസ് ആയിട്ടുണ്ട്. നമ്മുടെ സോസ് റെഡിയാണ്. ഇനി നമ്മളിത് ഒരു പാർച്ച്മെൻറ്റ് പേപ്പറിലോ ഒരു ബട്ടർ പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ടത് ആറാൻ വെക്കണം. ആറി കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല തിക്കായിട്ട് വരും. നമുക്കതിൽ നിന്ന് പെട്ടെന്ന് ആ പാർച്ച്മെൻറ്റ് പേപ്പറിൽ നിന്നോ ബട്ടർ പേപ്പറിൽ നിന്നോ ഉരിച്ചെടുക്കാൻ ഒരു കട്ടയായിട്ട് ഉരിച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ കൈ യൂസ് ചെയ്ത് ഒന്ന് ക്രംബിൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു ചപ്പാത്തി പരത്തുന്ന ആ ഒരു റോളർ വെച്ചിട്ട് നമുക്ക് അതൊരു ചെറിയ ഇതായിട്ട് ഇടിച്ചെടുക്കാം. ഇങ്ങനെ പേപ്പർ ചുരുട്ടി വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കൂടി ഇങ്ങനെ ആക്കിയാൽ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ക്രഷായി കിട്ടും. ചെറിയ പീസസ് ആയി കിട്ടും. ഇനി നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കാം. ഇത് ഞാൻ ഫ്രീസറിൽ ഒരു 15 മിനിറ്റ്സ് വെച്ച് തണുപ്പിച്ചതാണ് ഈ ബൗള്. ഈ ബൗളിലോട്ട് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് തിക്കൻഡ് ക്രീം ആണ്. ഫുൾ ക്രീം തിക്കൻഡ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കും. ബീറ്റ് ചെയ്ത് നല്ലൊരു തിക്ക് ക്രീമി ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ക്രീമി സ്ട്രക്ചർ ഉണ്ടല്ലോ, അതായി കിട്ടുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും. ഇതൊരു 2 കപ്പോളം മിൽക്ക് ക്രീം എടുത്തിട്ടുണ്ട്. 2 കപ്പിന് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ്സ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോണം. ഇനി ഇത് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാം. നോക്കിക്കോളൂ എങ്ങനെയാണ് വരുന്നതെന്ന്. ഇപ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെസ്ലയുടെ കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് 1 കപ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, കമ്പൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഇത് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി.
അതിൽ തന്നെ നിർത്താം. അതിന് ശേഷം നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളുടെ പ്രോസസ്സ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇലക്ട്രിക് മിക്സർ വെച്ചിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ വാനില എസൻസ് ആഡ് ചെയ്തു. ഇനി നമുക്കിത് 2 പാത്രത്തിൽ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു ഫ്രീസർ സേഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നർ നിങ്ങൾക്ക് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. അതിൽ നമ്മൾ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒരെണ്ണത്തിൽ ബട്ടർസ്കോച്ച് ഐസ്ക്രീമും മറ്റേതിൽ പ്ലെയിൻ വാനില ഐസ്ക്രീമും ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് നമുക്കത് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കാം. ഓവർനൈറ്റ് ഫ്രീസ് ചെയ്ത് എടുത്താൽ നല്ലതായിരിക്കും. ഒരു മിനിമം 6 hours എങ്കിലും വേണം ഒന്ന് സെറ്റായി കിട്ടാൻ. എന്നിട്ട് നമുക്ക് അത് സെർവ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസിനായി രാധൂസ് ഫുഡ് കോർട്ട് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. Thank you so much for watching. See you in the next recipe. Enjoy your ice cream. Bye bye.